ഇവിടെ ഒരു കുറുനരി ആനകൾ നടത്തുന്ന ഒരു ഐസ്ക്രീം ഷോപ്പിലേക്ക് തന്റെ കുഞ്ഞിന് വേണ്ടി ഒരു ജംബോ പോപ്സിക്കിൾ വാങ്ങാനായി വരുന്നു. പക്ഷേ കൗണ്ടറിൽ ഉണ്ടായിരുന്ന ആന അവർക്കത് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അത് കണ്ടുകൊണ്ട് വന്ന ഈ ഓഫീസർ ആ ആനയോട് വൃത്തിയില്ലെന്ന് പറഞ്ഞ് അവർക്കെതിരെ ലീഗൽ ആക്ഷൻ എടുത്ത് പിഴ ചുമത്തുമെന്ന് പറയുന്നു. അങ്ങനെ ചെയ്യണ്ടെങ്കിൽ അവർക്ക് പോപ്സിക്കിൾ കൊടുക്കാൻ പറയുന്നു. ആന അതിന് സമ്മതിക്കുന്നു. അപ്പോഴാണ് ആ കുറുനരി താൻ പേഴ്സ് മറന്നെന്ന് മനസ്സിലാക്കുന്നത്. ക്യൂട്ടായ ആ കുഞ്ഞിന് വേണ്ടി ആ ഓഫീസർ അതിന് കാശ് കൊടുക്കുന്നു. അങ്ങനെ അവർ പോപ്സിക്കിളും വാങ്ങി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് ആ ഓഫീസർ അവരെ കാണുമ്പോൾ ഷോക്ക് ആവുന്നു. കാരണം അവർ രണ്ടുപേരും ആ വലിയ പോപ്സിക്കിൾ മെൽറ്റാക്കി കുപ്പികളിൽ കളക്ട് ചെയ്യുന്നു. മാത്രമല്ല അവരുടെ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് ആ കുഞ്ഞാണ്. ഓഫീസർ അവരെ ഫോളോ ചെയ്യുന്നു. നോക്കുമ്പോൾ അവർ ഒരു മഞ്ഞുള്ള സ്ഥലത്ത് വന്ന് അത് വെച്ച് ഒത്തിരി കുഞ്ഞു പോപ്സിക്കിൾ ഉണ്ടാക്കുന്നു. അതിനുശേഷം ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് കച്ചവടം നടത്തുന്നു. മാത്രമല്ല അതിന്റെ സ്റ്റിക്ക് പോലും കളയാതെ കളക്ട് ചെയ്ത് അതും വിൽക്കുന്നു. ആ കുറുനരി തന്റെ കുഞ്ഞായി ആക്ട് ചെയ്ത ആൾക്കും കാശ് കൊടുക്കുന്നു. അത് തന്റെ വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. ആ ഓഫീസർ ആ കുറുനരിയുടെ അടുത്ത് വന്ന് കള്ളത്തരം കാണിച്ചതിന് നിന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. ഉടനെ ആ കുറുനരി തനിക്ക് കച്ചവടം നടത്താനുള്ള പെർമിറ്റ് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. പക്ഷെ ബുദ്ധിശാലിയായ ഓഫീസർ വീണ്ടും അവനെ മീറ്റ് ചെയ്ത് അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു പെൻ റെക്കോർഡർ വെച്ച് തെളിവായി ശേഖരിക്കുന്നു.